ഹലോ കുട്ടീസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു രാവിലത്തെ കുട്ടി വീഡിയോ ആയിട്ടാണ്. മോക്ക് സ്കൂളുള്ള ദിവസത്തെ വീഡിയോ തന്നെയാണ്. അപ്പോൾ രാവിലെ എണീച്ച് മോക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആദ്യം കുളിക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചു. പിന്നെ ഇതാ കുടിക്കാനുള്ള പാലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് അവൾക്ക് ഇഡ്ഡലി മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇഡ്ഡലി ആക്കാൻ വേണ്ടിയിട്ട് ഇഡ്ഡലി പാത്രവും തട്ടെല്ലാം കഴുകിയെടുക്കുക ചെയ്യുന്നത്. ദോശക്കാന്ന് ഞാൻ അരച്ചിട്ടുണ്ടായത് ഉഴുന്ന് കൂട്ടിയിട്ട്. അപ്പം ഇഡ്ഡലി വേണമെന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ പിന്നെ ഇഡ്ഡലി ആക്കി കൊടുക്കാൻ വിചാരിച്ചു. അപ്പോൾ പാത്രമെല്ലാം കഴുകി എന്നൊക്കെ മാവ് നോക്കാം. മാവ് നന്നായി പൊന്തിയിട്ടുണ്ടായിന്. പിന്നെ ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ അരച്ചപാട് ഉപ്പിടയില്ല, രാവിലെ എടുക്കുമ്പോൾ ആണ് ഉപ്പിടൽ. അപ്പോൾ ഉപ്പെല്ലാം ഇട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ദോശക്ക് അരച്ചുകൊണ്ട് തന്നെ മാവ് കുറച്ച് ലൂസായിട്ടാണ് കിടക്കുന്നത്. പക്ഷേ ഇഡ്ഡലി ആക്കിയിട്ടാകുമ്പം കുഴപ്പമൊന്നുമില്ല, നല്ല സോഫ്റ്റായിട്ട് പെട്ടെന്ന് തന്നെ ഇഡ്ഡലി വിട്ട് പോകുന്നുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലി തട്ടിൽ എണ്ണ പുരട്ടി കൊടുക്കാം. ഇഡ്ഡലി തട്ടിൽ ഇങ്ങനെ നന്നായി എണ്ണ തടകിയാൽ തട്ടിലൊട്ടും ഇഡ്ഡലി ഒട്ടിപ്പിടിക്കില്ല. ഈ എണ്ണ പുരട്ടാൻ ഉപയോഗിക്കുന്ന പാത്രം ഞാൻ മീഷോന്ന് വാങ്ങിയതാണ്. നല്ല യൂസ്ഫുള്ളാണ്. എണ്ണ തുറന്ന് ഇരിക്കും, വേറെ പാത്രത്തിൽ സ്പൂൺ കൊണ്ട് കോരി ഒഴിക്കുകയൊന്നും വേണ്ട. ദോശ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാനും നല്ലതാണിത്. അപ്പോൾ ഞാനിത് ഇഡ്ഡലി മാവ് തട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇന്ന് ഇഡ്ഡലിയും സമ്മന്തി ആക്കാമെന്നാണ് വിചാരിച്ച്. അപ്പോഴത്തേക്കും കറണ്ട് പോയിട്ടുണ്ടായിന്, ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ടായിന്. പിന്നെ ഇതാ ഇഡ്ഡലി പാത്രത്തിൽ മാവെല്ലാം ഒഴിച്ച് ഇഡ്ഡലിക്കുള്ള വെള്ളം അടുപ്പത്ത് വെക്കുക ചെയ്യുന്നത്. ഈ ഇഡ്ഡലി പാത്രം ഞാൻ മുമ്പൊരിക്കാം അടയാക്കിയതാണ്. അപ്പോൾ കുറച്ച് വെള്ളം വെച്ചത് കുറഞ്ഞു പോയി, അപ്പോൾ കരിഞ്ഞു പോയതാണ്. തട്ടലിലെടുത്ത് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ ചിരകാം. സമ്മന്തിക്കുള്ള തേങ്ങ ചിരകി വെച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്കുള്ള ഉള്ളി ഒന്ന് വാട്ടിയെടുക്കാം. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് എണ്ണ ഇട്ടിച്ചിട്ട് ചെറിയ ഉള്ളിയും വറ്റൽമുളകും ഇട്ട് കൊടുക്കാം. ഒരു ലേശം പുളിയും ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് സമ്മന്തി അരക്കാനായിട്ട്. അപ്പോഴത്തേക്കും കറണ്ട് പോയിട്ടുണ്ടായിന്. പിന്നെ ഇഡ്ഡലി വെന്ത് കിട്ടിയിട്ടുണ്ടായിന്. പിന്നെ ഞാൻ ഇഡ്ഡലിയൊക്കെ എടുത്ത് തണിയാൻ വെച്ചു. മൂക്ക് സമ്മന്തി അരച്ചു കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അവൾക്ക് മീനച്ചാറാന്ന് കൊടുത്തിട്ടുണ്ടായ. അപ്പോൾ ഇഡ്ഡലി മീനച്ചാറോ കൊടുത്ത്. കറണ്ട് പോയതുകൊണ്ട് തന്നെ ബാക്കി വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.